blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ആഴ്ചതോറും നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുമായി ഞങ്ങൾ വരുമ്പോൾ വിശ്വസിക്കുന്നു തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ഇത് അറിയിക്കുക. ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് നിങ്ങളുടെ പരിചയത്തിലുള്ളവരോട് ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുവാൻ വേണ്ടി പറയുക. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് നമുക്ക് 3 സ്പോൺസേഴ്സാണുള്ളത്. ഓക്കെ, ആദ്യമേ തന്നെ എറണാകുളത്ത് നിന്ന് വരുൺ ലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകാൻ, അതുപോലെ തന്നെ പീസ് ഓഫ് മൈൻഡ് തൻ്റെ വർക്ക് പ്ലേസിലുണ്ടാകാനും ഭവനത്തിലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരുൺ ലാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ ചൊരിയുകയും തൻ്റെ ആ വർക്ക് പ്ലേസിൽ ഒരു വലിയ സമാധാനം ഉണ്ടാകാൻ, ജീവിതത്തിൽ എല്ലാത്തിലും സക്സസ്ഫുൾ ആകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിമിത്തമുള്ള വലിയ അനുഗ്രഹങ്ങളെ കർത്താവെ നീ ചൊരിയുന്നതിനാൽ നന്ദി. അടുത്തതായിട്ട് UK നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരിയാണ്. അവർക്ക് 2 ആൺമക്കളാണുള്ളത്. അവർ 2 പേർക്കും നല്ലൊരു ആരോഗ്യം ഉണ്ടാകാൻ, അതുപോലെ ദീർഘായുസ് ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇളയ മകൻ്റെ കുറച്ച് അഡിക്ഷനിൽ നിന്ന് വിടുതൽ ലഭിക്കാനും മൂത്ത മകന് ആസ്മയിൽ നിന്ന് വിടുതൽ ലഭിക്കാനും പ്രാർത്ഥിക്കണം. കർത്താവെ, UK നിന്നുള്ള ഈ സഹോദരിക്കായി 2 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2 പേരെയും കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ തന്നെ ആ മക്കളെ, ഒരാളെ ആസ്മയിൽ നിന്ന് പരിപൂർണമായ ഒരു സൗഖ്യം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റേ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഡിക്ഷൻസ് തന്നെ വിട്ട് ഇപ്പോൾ പൂർണ്ണമായും അഴിഞ്ഞു മാറട്ടെ, താൻ സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അടുത്തൊരാൾ കൂടെ ഉണ്ട്. പേരൂർക്കടയിൽ നിന്ന് ജയശ്രീ രാജു. അവരുടെ മൂക്കിനകത്ത് വളരുന്ന ദശ അത് മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കൂടാതെ അൾസർ സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മൂക്കിനകത്ത് ദശ വളർച്ചയുള്ള ആ വ്യക്തിയെ കർത്താവ് പൂർണ്ണമായും സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ കർത്താവെ, അൾസർ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ദൈവികമായൊരു വലിയ വിടുതൽ കർത്താവ് കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഈ ഈസ്റ്റർ ദിനത്തിൽ പാതാളത്തെയും മരണത്തെയും ജയിച്ചുയർന്ന യേശുവിനെ ആരാധിക്കുവാനും ആ ഉയിർപ്പിന്റെ ശക്തി അനുഭവിക്കുവാനും ബ്ലെസ്സിങ് ടുഡേ നിങ്ങൾക്കായി ഒരുക്കുന്നു സ്പെഷ്യൽ ഈസ്റ്റർ സർവീസ്. സ്ഥലം കൊച്ചിൻ ബ്ലെസ്സിങ് സെന്റർ. സമയം രാവിലെ 9:30 മുതൽ 12:30 വരെ. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കറുകച്ചാൽ ഏപ്രിൽ 21 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 വരെ. അമ്പാട്ട് ഓഡിറ്റോറിയം, വാഴൂർ റോഡ്, ആർക്കാഡിയ ഹോട്ടലിന് എതിർവശം, കറുകച്ചാൽ. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കുന്നംകുളം ഏപ്രിൽ 22 ശനി. സമയം രാവിലെ 10 മുതൽ 1 വരെ. ലോട്ടസ് പാലസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. കഴിഞ്ഞ 3 ആഴ്ചയായി നാം കേട്ടുകൊണ്ടിരുന്നത് ദൈവപ്രസാദം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ നിന്ന്, ദ ഫേവർ ഓഫ് ഗോഡ്, ബ്രദർ ഡാമിൻ എഴുതിയ ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ നിന്നുള്ള വിവരണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ദൈവപ്രസാദത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ദൈവപ്രസാദത്തെ പ്രാവർത്തികമാക്കുന്നത് എങ്ങനെ. ആക്ടിവേറ്റ് ദ ഫേവർ ഓഫ് ഗോഡ്. നമ്മുടെ ലൈഫിൽ എങ്ങനെ ഇതിനെ കൊണ്ടുവരാം. കാരണം ചില എപ്പിസോഡുകളിലായി എന്താണ് ദൈവപ്രസാദം, അതിൻ്റെ സവിശേഷതകൾ, എങ്ങനെ അതിൽ വളരുന്ന, ഇതെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ ഉള്ളിലൊരു ചിന്ത കാണും, എൻ്റെ ജീവിതത്തിൽ ഞാനിതെങ്ങനെ കൊണ്ടുവരും. ഹൗ ക്യാൻ ഐ ആക്ടിവേറ്റ് ദ ഫേവർ ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് തൊട്ടും ഒരു കാര്യം ഇൻട്രൊഡക്ഷനായി പറയേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ദൈവപ്രസാദത്തിന് തടസ്സമായി നിൽക്കുന്ന 2 കാര്യങ്ങളുണ്ട്.
അതിൽ ഒന്ന് അജ്ഞതയാണ്, ഇഗ്നറൻസ്. അതായത് ഞാൻ ദൈവപ്രസാദത്തിന് ഒരു പാത്രീഭൂതനാണ്, അല്ലെങ്കിൽ എനിക്കത് ലഭിക്കും എന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു യോഹന്നാൻ 1:12 അനുസരിച്ച് ഒരാൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ മകനാകാൻ അല്ലെങ്കിൽ മകളാകാൻ ദൈവം ഒരവകാശം കൊടുക്കും, അല്ലെങ്കിൽ ഒരു അധികാരം കൊടുക്കുന്നു. അങ്ങനെ ദൈവമക്കൾക്ക് അവകാശപ്പെട്ടതാണ് ദൈവപ്രസാദം. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു സബ്സ്റ്റാൻഡേർഡ് ലൈഫിൽ നമ്മൾ ജീവിക്കില്ല. പകരം ആ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ എന്നൊരു സ്റ്റേറ്റസിലായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്കൊരു ആഭിജാത്യമുണ്ട്, ഒരു അരിസ്റ്റോക്രസി. ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ അതൊരു അരിസ്റ്റോക്രാറ്റിക് ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ താണ നിലവാരത്തിലേക്ക് പോകാതെ ശരിയായൊരു ദൈവത്തിലായി ജീവിക്കുക എന്നുള്ള ഒരിതിലേക്ക് വന്നു ചേരും. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത് തെറ്റായ മനോഭാവങ്ങളാണ്. എന്ന് വെച്ചാൽ ഫോൾസ് ആറ്റിറ്റ്യൂഡ്സ്, റോങ് ആറ്റിറ്റ്യൂഡ്സ്, നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ചില ആളുകളുണ്ട്, അവരെപ്പോഴും അവരുടെ ചിന്തയിൽ ഞാനൊരു പരാജയമാണ്, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഇതിനൊക്കെ കാരണം പലരും അവരുടെ ലൈഫിൽ പലരും ചെറുപ്പകാലം തുടങ്ങി സംസാരിച്ചു കാണും. ഒരുപക്ഷെ അപ്പനോ അമ്മയോ കഴുത കഴുത കഴുത, നീ കഴുതയാണ്, നീ മണ്ടനാ, നീ കോറക്കഴുതയാ എന്ന് പറഞ്ഞ് ചിലപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകർ മണ്ടൻ തൊപ്പി വെച്ച് ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തുകയോ പുറത്ത് നിർത്തുകയോ കുട്ടികളുടെ മുമ്പിൽ നിർത്തുകയോ ചെയ്ത് കാണും. ഇതിങ്ങനെ അകത്ത് വന്ന് ഐ ആം എ ഫെയിലിയർ എന്നൊരു തോന്നൽ അകത്ത് വരും. ഐ ആം ഗുഡ് ഫോർ നത്തിങ്. ഇങ്ങനെ വന്ന് സംഭവിക്കുന്നത് ഒരു ഫെയിലിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചിന്താഗതികൾ അകത്ത് വരും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദൈവപ്രസാദം ഉണ്ടെങ്കിൽ പോലും അത് ആക്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഫെയിലിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറേ അധികം ആളുകളുണ്ട്. മറ്റു ചിലർ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഫറിങ് ഫോക്കസ്ഡ് ആണ്. പ്രശ്നങ്ങൾ, കഷ്ടതകൾ, എന്നും എനിക്ക് കഷ്ടതയാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ കഷ്ടതയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുക, കഷ്ടത മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോകും. നേരത്തെ പറഞ്ഞ പോലെ ഒഴിഞ്ഞിട്ട് നേരമില്ല. അവരുടെ പാട്ടും അവരുടെ പ്രാർത്ഥനയും അവരുടെ വൊക്കാബുലറിയിൽ വരുന്ന പദങ്ങളും എല്ലാം അതിനോട് ബന്ധപ്പെട്ടു പോകും. മറ്റൊന്നാണ് പ്രോബ്ലം ഫോക്കസ്ഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ സഫറിങ് ഫോക്കസ്ഡാണ്, അല്ലെങ്കിൽ പ്രോബ്ലം ഫോക്കസ്ഡ്, പ്രോബ്ലം സെൻറ്റേർഡ് ലൈഫുണ്ട്. അത് എന്നും പ്രശ്നം അത് തന്നെയായിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളതിൽ നിന്നെല്ലാം മാറി നമ്മൾ വരേണ്ടത് ഫേവർ മൈൻഡഡായി മാറണം, ഫേവർ സെൻറ്റേർഡായി മാറണം, ഫേവർ ഫോക്കസ്ഡായി മാറണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഐ ആം എ ഫേവേർഡ് ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ എഴുന്നേൽക്കാൻ. നമ്മൾ അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ കൺഫസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പ്രസാദത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ് എൻ്റെ ലൈഫിൽ. ആ ഒരു ലൈഫിലേക്ക് വരുമ്പോഴാണ് ഓൾറെഡി നമ്മുടെ മേൽ വന്നെത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഫേവർ നമുക്ക് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത്. സദൃശവാക്യങ്ങളിൽ എനിക്ക് വന്ന് 23-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ എങ്ങനെ ചിന്തിക്കുന്നോ അങ്ങനെയാകുന്നു അയാൾ. ആസ് എ മാൻ തിങ്സ് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. ആ ഭാഗം ഒന്ന് വായിക്കാമോ? തൻ്റെ ഹൃദയത്തിലെ ചിന്ത പോലെയാകുന്നു അവൻ. നമ്മൾ എന്താണ് അകത്ത് ചിന്തിക്കുന്നത് അതുപോലെ നമ്മളായിത്തീരും. അപ്പോൾ അതിനർത്ഥം കഷ്ടത ചിന്തിച്ചുകൊണ്ടിരുന്ന കഷ്ടതയിലേക്കൂടെ നമ്മൾ നീങ്ങും, പരാജയം ചിന്തിച്ചുകൊണ്ടിരുന്ന പരാജയത്തിലേക്ക് ഞാൻ നീങ്ങും, പ്രശ്നം ചിന്തിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിലേക്ക് തന്നെ ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കും. ഞാനെന്നും ദരിദ്രനാണ്, ഞാൻ ദാരിദ്ര്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കും. അതേസമയത്ത് ദൈവപ്രസാദത്തെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ചാൽ I will be moving to a highly favored life. അതാണ് ആ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് അജ്ഞത, രണ്ട് തെറ്റായ മനോഭാവങ്ങൾ. ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് വരാൻ പോകുന്നത്. ഇത് 4-ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ചിന്തിക്കുന്നത്.
ബ്രദേഴ്സ് സിസ്റ്റർ, നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ദൈവത്തിൻ്റെ ഒരു പ്രസാദം അനുഭവിക്കണമെന്ന് ഉള്ളിൽ താല്പര്യമുണ്ടെങ്കിൽ ഗെറ്റ് റെഡി. നമ്മൾ ചില വചനങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് വായിക്കാൻ പോവുക. നിങ്ങൾക്കും ബൈബിളോ നോട്ട്ബുക്കോ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു വയ്ക്കുക, ഇതൊക്കെ കുറിച്ച് വെക്കുക. കാരണം ഐ നോ ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് ഗ്രേറ്റ് ഇൻ യുവർ ലൈഫ് ടുഡേ. അതിൽ ഒന്നിതാണ് ഏശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടൊന്ന് നോക്കണം. ഏശയ്യാവിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് വലിയൊരു പ്രവചന പുസ്തകമാണ്. അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 61-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിലാണ് തോന്നുന്നു. മലയാളത്തിൽ വ്യത്യാസമുണ്ടോ ഒന്ന് നോക്കിയാൽ. യഹോവയുടെ പ്രസാദവർഷം. യെസ്, അത് തന്നെ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും വിളംബരം ചെയ്യുവാനും വിലപിക്കുന്നവരൊക്കെയും ആശ്വസിപ്പിക്കുവാനും. എന്ന് വെച്ചാൽ തുടക്കം എങ്ങനെയാണ്? ആ തുടക്കം ഒന്ന് വായിക്കും. 1-ാം, എളിയവരോട് സുവാർത്ത അറിയിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട്, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട്, കർത്താവായ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് സ്വാതന്ത്ര്യവും. ഈ തുടർന്നുള്ള ആ ഭാഗങ്ങൾ മിക്കവാറും പലർക്കും സുപരിചിതമാണ്. ഇത് തന്നെ ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 വചനങ്ങളിൽ കാണുന്നുണ്ട്. ആ ഭാഗം കൂടെ സെയിം തന്നെ ഒരു കോട്ടിയാണ്. യേശു ഒരു സിനഗോഗിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, പള്ളിയിൽ, യഹൂദന്മാരുടെ പള്ളിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വായിക്കുന്ന സെയിം തന്നെ. അതൊന്ന് വായിക്കാമോ? ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യേശുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. എന്തിനാണ് ഈ അഭിഷേകം? അടുത്ത വചനം. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കാൻ, തടവുകാർക്ക് മോചനം, കുരുടന്മാർക്ക് കാഴ്ച പ്രഖ്യാപിക്കാൻ, പീഡിതന്മാരെ വിടുവിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ സ്വീകാര്യമായ വർഷം പ്രസംഗിക്കുവാനും തന്നെ. കർത്താവിൻ്റെ സ്വീകാര്യമായ വർഷം, അതിനെ വേറെ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രസാദ വർഷം എന്നാണ്. ദ ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ. ദ ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ എന്ന് പറഞ്ഞാൽ 365 ദിവസമുള്ള ഒരു ഇയർ, കലണ്ടർ ഇയർ അല്ല. എ സീസൺ ഓർ എ ഡിസ്പെൻസേഷൻ ഓഫ് ഗോഡ്സ് ഫേവർ, an ഏജ് ഓഫ് ഗോഡ്സ് ഫേവർ. അതിൻ്റെ ഒരു കാലഘട്ടത്തെ പ്രഖ്യാപിക്കുക. അപ്പോൾ യേശുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നത് ഇങ്ങനൊരു കാലഘട്ടത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി. ആ വേർഡ് മറക്കരുത്. ടു പ്രൊക്ലെയിം ദ ഫേവർ ഓഫ് ഗോഡ്. അത് വാ കൊണ്ട് വിളംബരം ചെയ്യുക, വിളിച്ചു പറയുക. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രസാദം വന്നിറങ്ങി നിൽക്കുക. അത് എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു പ്രൊക്ലെയിം ഇറ്റ്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ വി ഹാവ് ടു കൺഫസ് ഇറ്റ്. അല്ലെങ്കിൽ നമ്മളതിനെ ഏറ്റുപറയണം. ഒരു വചനം കൂടി പറയാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാമത്തെ വചനം. ദാറ്റ് ഈസ് സംതിങ് എക്സൈറ്റിംഗ്. എന്നെ ഭയങ്കരമായി രോമാഞ്ചം കൊള്ളിക്കുന്നൊരു വചനമാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാമത്തെ വചനം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. എപ്പോഴാണ് ഉത്തരം വരുന്നത്? ദൈവത്തിൻ്റെ പ്രസാദം വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ. രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രക്ഷാദിവസത്തിലാണ് ഞാൻ നിന്നെ സഹായിക്കുന്നത് എന്നവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഓക്കെ. ഇപ്പോൾ ആകുന്നു, പക്ഷേ ഇനി പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. അപ്പൊ അടുത്തത് ഇനിയും അതിനു വേണ്ടി നമ്മളിങ്ങനെ വർഷങ്ങൾ നീണ്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ടുഡേ ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ദിസ് ഈസ് ദ ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ. ഇതാണ് ഇത്. റൈറ്റ് നൗ. ഇപ്പോഴാണത്. ദൈവത്തിൻ്റെ കൈറോസ് ടൈം, ദൈവത്തിൻ്റെ ആ കൽപ്പിതമായ ദൈവത്തിൻ്റെ സമയം ഇതാണ്. ഇത് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു കൺഫസ് ഇറ്റ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുപറയണം. എൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ട്. ഐ ഷുഡ് പ്രൊക്ലെയിം ഇറ്റ്. ഇപ്പോൾ യേശു വന്നിട്ട് അഭിഷേകത്തിൽ എന്താ ചെയ്തത്? യേശു വിളിച്ചു പറഞ്ഞു, പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പ്രസാദവർഷമാണ്. വിളിച്ചു പറഞ്ഞു. അതോടുകൂടെ യേശുവിൻ്റെ മേലുള്ള, യേശുവാണ് ദൈവത്താൽ പ്രസാദം ഉള്ള. കാരണം യേശു സ്നാനമേറ്റ് കയറുമ്പോൾ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പ്രസാദം കിട്ടിയ ആളാണ് എഴുന്നേറ്റെന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ പ്രസാദവർഷം. ഇത് പ്രഖ്യാപിക്കപ്പെട്ട ആ നിമിഷം മുതൽ
ദൈവത്തിൻ്റെ പ്രസാദം ആ കേട്ടവരിലേക്ക് വന്നു. ഇനി അവർ ചെയ്യേണ്ടത് അവർ പ്രഖ്യാപിക്കണം, ഐ ആം എ ഫേവേർഡ് ചൈൽഡ്, എൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ട്. സിമ്പിൾ. ആക്ടിവേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഓൺ എ ഡെയിലി ബേസിസ് വി ഹാവ് ടു കൺഫസ് ദാറ്റ് വി ഹാവ് ദ ഫേവർ ഓഫ് ഗോഡ്. ദൈവപ്രസാദം ഉണ്ട്, നമ്മൾ വാഗൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കണം. രാവിലെയോടെയും ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കണം. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം പറയണം. പറയുമ്പോൾ അത് ആക്ടിവേറ്റഡ് ആകും. നമ്മുടെ ഈ പുസ്തകത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് പറയാനുള്ളൊരു കൺഫെഷൻ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കുറേയധികം കൺഫെഷൻസ് ഉണ്ട്. അത് നമുക്കതിൽ മുഴുവനില്ലെങ്കിലും കുറേയെങ്കിലും നമുക്കൊന്ന് ഈ സമയത്ത് പറഞ്ഞാൽ ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത് പറയാനും. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായി ഈ പുസ്തകം വേണം. കാരണം ദാറ്റ് മേക്സ് ഇറ്റ് വെരി ഈസി. എല്ലാ ദിവസവും നിങ്ങൾക്കത് പറയാൻ ഏറ്റവും അവസാനം അത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജുകളിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രഖ്യാപനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോർഷനിൽ വി ഹാവ് പ്രിപ്പേർഡ് എ കൺഫെഷൻ ലിസ്റ്റ്. അത് ജീവിതത്തിൻ്റെ പല പല മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടാക്കിയൊരു പ്രിപ്പറേഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതൊന്ന് വായിച്ചാൽ, ഒന്നൊന്നായിട്ട് വായിച്ചാൽ കേൾക്കുന്നവർക്ക്, ഈ പ്രോഗ്രാം കാണുന്നവർക്ക് നിങ്ങൾക്കിത് ഏറ്റുപറയാം. മനസ്സിലേറ്റ് പറയാം. മനസ്സിൽ മാത്രമല്ല, വാഗൊണ്ട് പറയണം. യേശു അത് മനസ്സിൽ ചിന്തിക്കുകയല്ല ചെയ്തത്. പള്ളിയിൽ നിന്ന് പരസ്യമായി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രസാദവർഷം അറിയിക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതുപോലെ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ കണ്ടു. അത് പ്രഖ്യാപിക്കുകയാണ്. അത് നമ്മളും പ്രഖ്യാപിക്കാൻ പോകും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രസാദം ഒഴുകാൻ പോവുക, ഇതുവരെ കാണാത്തതുപോലെ. നമ്മുടെ ഈ കവർ ചിത്രം ഒന്ന് നോക്കാം. ഡ്യൂ ഡ്രോപ്സ്, ദൈവത്തിൻ്റെ ആ പ്രസാദ വർഷത്തെ കാണിക്കുന്ന തുഷാരകണങ്ങൾ പുൽച്ചെടികളിലൊക്കെ വന്നിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ചിത്രമാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഡ്യൂ ഡ്രോപ്സ് ഓഫ് ദ ഫേവർ ഓഫ് ഗോഡ് വന്ന് സെറ്റിൽ ചെയ്യാൻ പോവുക. നമുക്ക് ഒരുമിച്ച് വന്ന് ഏറ്റു പറയാം. ആദ്യത്തേത് ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട ദൈവപൈതലാണ്. അടുത്തൊന്ന് വായിക്കാമോ? ഞാൻ ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ നീതിയാണ്. അടുത്തത് ഇങ്ങനെയാണ്: ഞാൻ കർത്താവിൻ്റെ ഇഷ്ടഭാജനവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയുമാണ്. ദൈവം തൻ്റെ തേജസ്സിൻ്റെയും മാനത്തിൻ്റെയും കിരീടം എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഒരു പരിച കൊണ്ടെന്നതുപോലെ ദൈവപ്രസാദം എന്നെ വലയം ചെയ്തിരിക്കുന്നു. അടുത്ത കുറച്ച് വലുതാണ്, ഞാൻ നിർത്തി പറഞ്ഞു തരാം, ചേർന്ന് പറയുക. പകൽ സമയത്ത് ദൈവപ്രസാദം എൻ്റെ തലയ്ക്ക് മുകളിൽ സംരക്ഷണത്തിന്റെ മേഘം പോലെയും, രാത്രി സമയത്ത് അത് എൻ്റെ മേൽ ഒരു തേജസ്സിന്റെ തീജ്വാലയായും നിൽക്കുന്നു. അതിനാൽ എൻ്റെ ശരീരത്തിൽ ഒരു രോഗത്തിനും നിലനിൽക്കുവാൻ സാധ്യമല്ല. ഞാൻ ദൈവപ്രസാദത്തിൽ നടക്കുന്നുവെന്ന് വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വിശ്വാസത്താൽ പലപ്പോഴും വിശ്വസിക്കാൻ തോന്നില്ല, പക്ഷെ ഞാനങ്ങ് പ്രഖ്യാപിക്കുക. ഞാനത് പ്രഖ്യാപിക്കും. ദൈവപ്രസാദം എൻ്റെ മുൻപേ പോകുന്നുവെന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. ഇന്ന് എന്നോട് ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും എനിക്ക് പ്രീതി ലഭിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാത്തിൻ്റെയും എസൻസാണ്, സംക്ഷിപ്ത രൂപം. അത് എല്ലാം ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുമ്പിൽ ദൈവപ്രസാദം പോകും. മാത്രമല്ല, ഇന്ന് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന, അസോസിയേറ്റ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന, റിലേറ്റ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ദൈവത്തിൽ നിന്ന് ആദ്യം കിട്ടും. രണ്ടാമത് വ്യക്തികളിൽ നിന്നും എനിക്കൊരു പ്രീതി ലഭിക്കും, പ്രസാദം ലഭിക്കും. നെക്സ്റ്റ് വൺ: അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ ഇന്ന് എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. തുറക്കപ്പെടുകയില്ല എന്ന് മനുഷ്യർ പറഞ്ഞ വാതിലുകൾ ഇന്ന് എൻ്റെ മുമ്പാകെ തുറക്കപ്പെടും എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഒരു തടസ്സത്തിനും എന്നെ തടഞ്ഞു നിർത്തുവാൻ സാധ്യമല്ല. ഒരു പ്രതിസന്ധിക്കും എന്നെ വൈകിപ്പിക്കുവാൻ കഴിയുകയുമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്ന് വെച്ചാൽ ഒന്നിനും എന്നെ തടുക്കാൻ സാധ്യമല്ല. നെക്സ്റ്റ് വൺ: ഇന്ന് ദൈവത്താൽ നിയമിതമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്നും ശരിയായ വ്യക്തികളോട് മാത്രം ഞാൻ ബന്ധപ്പെടുമെന്നും തെറ്റായ വ്യക്തികളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. അടുത്തത് ചേർന്ന് പറയുക:
എൻ്റെ വീട്ടിലും ബന്ധങ്ങളിലും ജോലിയിലും ബിസിനസ്സിലും പഠനത്തിലും ശുശ്രൂഷയിലും ഏതാണോ ബന്ധപ്പെട്ട അതിൽ സാമ്പത്തിക മേഖലയിലും ഞാൻ ഉൾപ്പെട്ട എല്ലാ ഇടപാടുകളിലും എനിക്ക് അനുകൂലതയുണ്ടാകും എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരു നന്മയും എനിക്ക് മുടങ്ങുകയില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് പ്രത്യേക പരിഗണനയും പ്രകൃത്യാതീതമായ വർധനവും പുനഃസ്ഥാപനവും പ്രാധാന്യവും ഉണ്ടാകും എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അടുത്തത് ഇങ്ങനെയാണ്: എൻ്റെ അപേക്ഷകൾക്ക് മറുപടി ലഭിക്കും. എനിക്ക് വേണ്ടി നിയമങ്ങളും നയങ്ങളും മാറ്റപ്പെടും എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അടുത്ത എനിക്കൊന്ന് നല്ലൊരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളെയും അവിടെ ഇവിടെ എല്ലാം സ്പർശിക്കുന്ന രീതിയിൽ ഇനി കുറേ അധികം താഴേക്കൊണ്ട് എല്ലാം നമുക്ക് വായിക്കാൻ ഈ എപ്പിസോഡിൽ നമുക്ക് സമയമില്ല. പക്ഷെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരാത്ത വിധം കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പലരും അവരുടെ ലൈഫിൽ തന്നെ അവരിങ്ങനെ മല്ലുപിടിച്ച് തകരുകയാണ്. പക്ഷെ അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. വെൻ യു ഹാവ് ദ ഫേവർ ഓഫ് ഗോഡ്, everything will fall in place. God will fight your battles. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ കൺഫെഷൻ എല്ലാ ദിവസവും ഈ പുസ്തകം ഉപയോഗിച്ച് എല്ലാ ദിവസവും കൺഫസ് ചെയ്ത് വരുമ്പോൾ ഐ ബിലീവ് നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ പ്രസാദം ഭയങ്കരമായി ഒഴുകാൻ തുടങ്ങും. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും. എവിടെ ചെന്നാലും ഒരു മുൻഗണന ലഭിക്കാൻ തുടങ്ങും. എവിടെ ഒരു ഉയർച്ച ലഭിക്കാൻ തുടങ്ങും. അങ്ങനെ കർത്താവ് ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും ഒത്തിരി സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ദൈവപ്രസാദം എന്ന് പറയുന്ന ഈ പുസ്തകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം നിർബന്ധമായി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അത് കൈവശമാക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ദയവായി കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ആമസോൺ വഴി നിങ്ങൾക്കിത് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. വളരെ ചെറിയ രൂപ മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാവരുടെയും കയ്യിലുണ്ടാകണം എന്ന് ഞങ്ങൾക്കൊരു വലിയ താല്പര്യമുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇനി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. കണ്ണുകളടച്ച് ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് സജ്ജമാകാം. നല്ല കർത്താവേ, ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണം. പ്രത്യേകിച്ച് ഫിറ്റ്സ് രോഗം വരുന്ന ചുഴലി രോഗം, അപസ്മാര രോഗം എന്നൊക്കെ പറയുന്ന ആ രോഗം യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൃക്കകൾ തകരാറിലായ ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാകും. പ്രത്യേകിച്ച് ഗോപി എന്നു പേരുള്ള ഒരു വ്യക്തി കിഡ്നികൾ തകരാറിലായിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കിയാണ്. ഇൻ ജീസസ് നെയിം. ഗോപി അല്ലെങ്കിൽ ഗോപിനാഥ് ഫുൾ നെയിം. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. അത്ഭുതങ്ങൾ. ക്യാൻസർ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാതെ വളരെ പ്രയാസപ്പെടുന്ന ദമ്പതികൾ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചവർക്ക് മക്കളെ കൊടുക്കണമേ. യേശു കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അത് സംഭവിക്കട്ടെ. മദ്യപാനം, പുകവലി, ലഹരി മരുന്നിൻ്റെ ഉപയോഗം തുടങ്ങിയ അഡിക്ഷൻസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. അതുപോലെ യൂട്രസിൻ്റെ അകത്തുള്ള ഫൈബ്രോയിഡുകൾ മാറട്ടെ. ചില ശരീരഭാഗങ്ങളിലെ സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ചില പുരുഷന്മാരിലുള്ള പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറി സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. ത്വക്ക് രോഗങ്ങൾ മാറിപ്പോട്ടെ. സകല രീതിയിലുള്ള രോഗങ്ങൾ ഇപ്പോൾ മാറി ജനങ്ങളെ സൗഖ്യമാക്കുന്നതിനാൽ നന്ദി. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകളെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ എന്താണോ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വിഷയം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ആ വിഷയത്തിൽ ഒരു വലിയ വിടുതൽ അങ്ങ് കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്ന. എല്ലാ ആഴ്ചയിലും ഇതേ സമയത്ത് ഇതേ ചാനലിൽ ഈ പ്രോഗ്രാം കാണാൻ മറക്കരുത്. മറ്റുള്ളവരോടുകൂടെ ഇതിനെക്കുറിച്ച് പറയും. ഇന്ന് നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലും മറ്റുള്ള എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും സ്പെഷ്യൽ ഈസ്റ്റർ സർവീസ് നടക്കുകയാണ്. ദിസ് ഈസ് ദ റിസറക്ഷൻ സൺഡേ. യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ നിറയുവാൻ വി ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു കം ടു വൺ ഓഫ് അവർ ബ്ലെസ്സിങ് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഞങ്ങൾ ലൈവായി blessingtoday.tv എന്ന വെബ്സൈറ്റിൽ ലൈവായി നിങ്ങൾക്ക് ഞങ്ങൾ അതേ സമയത്ത് രാവിലെ മുതൽ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് ദയവായി
വന്ന് അനുഗ്രഹത്തെ പ്രാപിക്കുക. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. See you next week. Bye-bye.